യൂണിവേഴ്സിറ്റി LGS പരീക്ഷ അത് രണ്ട് പരീക്ഷയായിട്ടാണോ നടത്തുന്നത്, ഒറ്റ പരീക്ഷയായിട്ടാണോ നടത്തുന്നത്? പലർക്കും ഭയമാണ്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചെന്നില്ലെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിന്ന് എന്നെ ഡിബാർ ചെയ്താലോ? 35, 36 വയസ്സിലെത്തി നിൽക്കുന്നവരാണ്. ഇനിയൊരു പരീക്ഷ എഴുതാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെട്ടു. വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അതിനകത്ത് വേറൊന്നും വിചാരിക്കരുത്. നമസ്കാരം. പരീക്ഷാ നടത്തിപ്പിലെ അശാസ്ത്രീയതയും അതിലൂടെ ഉണ്ടാകുന്ന കാലതാമസവും ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നിലവിലെ പരീക്ഷാ രീതികളിൽ നിന്ന് പിന്മാറാൻ PSC ആലോചിക്കുന്നു. ചില തസ്തികകളിലെങ്കിലും പഴയതുപോലെ പരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് PSC ആലോചിക്കുന്നു എന്നൊരു വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ധാരാളം പേര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. അതോടൊപ്പം തന്നെ ധാരാളം പേർക്കുണ്ടായ ഒരു സംശയം, ആ സംശയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ സംശയം ഇതാണ്: യൂണിവേഴ്സിറ്റി LGS പരീക്ഷ അത് രണ്ട് പരീക്ഷയായിട്ടാണോ നടത്തുന്നത്, ഒറ്റ പരീക്ഷയായിട്ടാണോ നടത്തുന്നത് എന്നുള്ളതായിരുന്നു കൂടുതൽ പേരും ചോദിച്ച ഒരു ചോദ്യം. നോക്കാം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം PSC ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം അടുത്ത വർഷം മുതൽ അങ്ങനെ നടത്താൻ താല്പര്യപ്പെടുന്നു, ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്നത് ഈ വർഷം നടത്തേണ്ട പരീക്ഷയാണ് അല്ലേ? അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പരീക്ഷ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പിന്നീട് PSCക്ക് ഉണ്ടാവും. അപ്പോൾ അത് രണ്ട് തലത്തിൽ തന്നെ നടത്താനാണ് സാധ്യത. പ്രിലിമിനറിയും മെയിനുമായി തന്നെ നടത്താനാണ് സാധ്യത. അതിനെക്കുറിച്ച് വ്യക്തമായുള്ള കാര്യങ്ങളൊന്നും നമുക്ക് PSCയുടെ ഭാഗത്തുനിന്നില്ല. ഇപ്പോൾ ഈ വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് PSCയുടെ വാർത്തയൊന്നും വന്നിട്ടില്ല, അവരുടെ പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് രണ്ട് പരീക്ഷയായിട്ട് തന്നെ നടത്താനാണ് സാധ്യത കൂടുതൽ. വേറൊരു കാര്യം അതിനകത്തുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ആ പരീക്ഷ പ്രിലിമിനറി ആയാലും മെയിൻ ആയാലും അതിന് പൊതുവായിട്ടൊരു സിലബസാണുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ സിലബസ് എന്ന് പറയുന്നത് 10th പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് തന്നെയാണ്. അതിന് മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് മെയിൻ പരീക്ഷയ്ക്കും പഠിക്കാനുള്ളത്. വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് ഒറ്റ പരീക്ഷയായാലും രണ്ട് പരീക്ഷയായാലും ബുദ്ധിമുട്ടുണ്ടാവും എന്നതിനപ്പുറം പഠിക്കേണ്ട കാര്യങ്ങളിൽ മാറ്റമൊന്നും വരാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ആ പഠനം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പഠനം കൃത്യമായും ഭംഗിയായും ഇതുപോലെ ഊർജ്ജസ്വലമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞ മറ്റൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം കേരളം അഡ്രസ്സ് ചെയ്യേണ്ട അഭിപ്രായമാണ്, അല്ലെങ്കിൽ PSC ആലോചിക്കേണ്ട ഒരു അഭിപ്രായമാണ്. 2018 മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിൽ നമുക്കൊരു ദുരന്തമുണ്ടായി. അത് പ്രളയം. അത് കഴിഞ്ഞിട്ട് കോവിഡ്. അത് കഴിഞ്ഞിട്ടുണ്ടായ മറ്റൊരു ദുരന്തമാണ് PSCയുടെ പരീക്ഷാ പരിഷ്കരണം അല്ലേ? ഇപ്പോൾ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചാൽ മതി. പക്ഷെ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രളയം താണ്ടി വന്നു, കോവിഡ് താണ്ടി വന്നു, എങ്ങനെയൊക്കെയോ ഈ പറഞ്ഞ കരക്കടിഞ്ഞ് വരികയാണ്. ആ സമയത്താണ് PSCയുടെ പരീക്ഷാ പരിഷ്കരണം ഉണ്ടായത്. തീർച്ചയായിട്ടും അത്തരമൊരു മാനസികാവസ്ഥയിൽ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടി പോകുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനൊരു മാനസികാവസ്ഥയിലാണ് ഇടുത്തി പോലെ ഈ പരിഷ്കരണം വരുന്നതും അതിനകത്ത് ഉഴറിപ്പോകുന്നതും അവരുടേതല്ലാത്ത കാരണങ്ങളാൽ പരീക്ഷ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഇടം നഷ്ടപ്പെട്ട, റാങ്ക് ലിസ്റ്റിൽ ഇടം നഷ്ടപ്പെട്ട ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട്. അതിപ്പോൾ PSC തിരിച്ചറിയുന്നുണ്ട്. പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കനുസരിച്ച് മാർക്ക് ഏകീകരിക്കപ്പെട്ടില്ല, വെറും വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതിനനുസരിച്ച് ഏകീകരണമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അവരുടേതല്ലാത്ത കാരണങ്ങളാൽ അശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷാ പരിഷ്കരണം കൊണ്ട് ഈ ദുരന്തമുഖത്ത് നിന്ന് വന്ന ആൾക്കാർക്ക് പലർക്കും അവരുടെ അവസരം പലതും നഷ്ടമായി. അത് 25 20 വയസ്സുള്ള ആൾക്കാരല്ല,
35, 36 വയസ്സിലെത്തി നിൽക്കുന്നവരാണ്. ഇനിയൊരു പരീക്ഷ എഴുതാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ ആ നഷ്ടം എങ്ങനെയാണ് നികത്താനായിട്ട് പറ്റുന്നത്? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതിപ്പോ പരീക്ഷാ പരിഷ്കരണം എന്നുള്ള പേരിൽ വേണ്ട, കോവിഡ് സാഹചര്യം അതൊക്കെ മുൻനിർത്തി മതി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു 2 വർഷത്തെയെങ്കിലും ഏജ് റിലാക്സേഷൻ കൊടുത്താൽ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇപ്പോൾ തന്നെ ഈ കൊല്ലം തന്നെ പലരുടെയും അപേക്ഷ അയക്കാനുള്ള പ്രായം കടന്നു പോകും. കുറച്ചു കാലമായിട്ട് പരീക്ഷയ്ക്ക് ശ്രമിച്ചു വരുന്ന പലരുടെയും പ്രായം കടന്നു പോകും. അപ്പോൾ വരാൻ പോകുന്ന LDC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ, LGS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ, അതുപോലെ LP അസിസ്റ്റന്റ്, UP അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഈ കൊല്ലം തന്നെ നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ വേറെ ഒരുപാട് വിഭാഗത്തിന് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ദയവ് ചെയ്ത് ഈ കൊല്ലം തന്നെ ഈ സുപ്രധാന തസ്തികകളിലോട്ടുള്ള അപേക്ഷ വിജ്ഞാപനം നിങ്ങൾ പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ആശ്വാസമാവും. അതുപോലെ തന്നെ ഒരു 2 വർഷത്തെ എങ്കിലും ഏജ് റിലാക്സേഷൻ കൊടുത്ത്, ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്ത് കുറച്ച് ആൾക്കാരെ കൂടി പരീക്ഷ എഴുതിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ള വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ ഉദ്യോഗാർത്ഥികൾ തന്നെ നിങ്ങൾ മുമ്പിൽ വയ്ക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പരീക്ഷാ പരിഷ്കരണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുമ്പോട്ട് വയ്ക്കേണ്ട ഒരു കാര്യമാണ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. പരീക്ഷയ്ക്ക് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇന്ന ദിവസം ഞാൻ പരീക്ഷ എഴുതാൻ വരും എന്ന് ഉദ്യോഗാർത്ഥി PSCക്ക് ഉറപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. ആ ഉറപ്പ് എങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും? പല സാഹചര്യങ്ങളിലും അത് കഴിയില്ല. പലർക്കും ഭയമാണ്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചെന്നില്ലെങ്കിൽ എൻ്റെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്താലോ, വരാൻ പോകുന്ന പരീക്ഷകളിൽ നിന്ന് എന്നെ ഡിബാർ ചെയ്താലോ, അങ്ങനെയുള്ള ഭയം കാരണം പലരും കൺഫർമേഷൻ കൊടുക്കുന്നില്ല. പലരും ഈ പറഞ്ഞ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല, അന്യ ജില്ലകളിലായിരിക്കാം, അന്യ സംസ്ഥാനങ്ങളിലായിരിക്കാം. എന്തിന്? വിദേശത്ത് നിന്ന് പരീക്ഷാ ദിവസം വന്ന് പരീക്ഷ എഴുതി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവാക്കാം. ഏതാണ്? ആ കൺഫർമേഷൻ എന്ന് പറയുന്ന സിസ്റ്റം കൂടി ഒഴിവാക്കാം. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇന്ന് പരീക്ഷയല്ലേ, നീ പരീക്ഷയ്ക്ക് പോകുന്നില്ലേ എന്ന് പലപ്പോഴും ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിക്കുമ്പോൾ ഞാൻ കൺഫർമേഷൻ കൊടുത്തില്ല. അതെന്താ? എനിക്ക് സംശയമായിരുന്നു, ആ സമയത്ത് ഇവിടെ കാണുമോ എന്ന് സംശയമായിരുന്നു, അന്ന് യൂണിവേഴ്സിറ്റി പരീക്ഷയുണ്ട്, അപ്പോൾ അതിന് പോകുമോ ഇതിന് പോകുമോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ കൺഫർമേഷൻ കൊടുത്തില്ല. അങ്ങനെ പലരും പരീക്ഷയ്ക്ക് പോകാത്തൊരു സാഹചര്യമുണ്ട്, അവരെ പരീക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, എങ്ങനെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും? 2-3 മാസങ്ങൾക്ക് ശേഷം ഈ ദിവസം ഞാൻ വന്നുകൊള്ളാമെന്ന് എങ്ങനെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും? അപ്പൊ അതിനകത്തും ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ 1/4 കോടിയോളം വരുന്ന PSC പരീക്ഷയ്ക്ക് വേണ്ടി സജീവമായിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനകത്ത് വേറൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ പരീക്ഷാ നടത്തിപ്പിനെ കുറിച്ചുള്ള പുനരാലോചനയൊക്കെ നടക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ഉന്നയിക്കേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥവും സത്യസന്ധവുമായിരിക്കണം. അതിനകത്ത് അനാവശ്യ രാഷ്ട്രീയം കുത്തിക്കേറ്റാതിരിക്കുക. ഇപ്പം നമ്മുടെ അപേക്ഷയും പ്രാർത്ഥനയും മൊത്തം PSCയോടാണ്, PSC ചെയർമാനോടാണ്, PSC ബോർഡ് അംഗങ്ങളോടാണ്. അപ്പം അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പരീക്ഷാ പരിഷ്കരണം കൊണ്ടുണ്ടായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് നമ്മൾ പരീക്ഷ എഴുതിയാലും വരുമെന്ന്, എത്ര നന്നായി പരീക്ഷ എഴുതിയാലും വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് PSCക്കും ബോധ്യപ്പെടുകയാണല്ലോ. അതായത് മാർക്ക് സമീകരണം കാര്യങ്ങളുമൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാലും മാർക്ക് ശരിയായ രീതിയിൽ കിട്ടാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചോദ്യപേപ്പർ നമുക്ക് മാത്രം വ്യത്യസ്തമായതുകൊണ്ട് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ശരിയായുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രാഥമികം അതുപോലെ തന്നെ മെയിൻ എന്നിങ്ങനെ 2 തരത്തിലുള്ള പരീക്ഷ നടത്തുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയുമുണ്ട്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ, നമുക്കിപ്പോൾ പറയാനുള്ള പ്രശ്നങ്ങൾ. അല്ലാതെ മറ്റു ചില പ്രശ്നങ്ങളിലോട്ട് നമ്മൾ ഇതിനെ വഴിതിരിച്ച് വിടേണ്ട കാര്യമില്ല. ആവശ്യമില്ലാത്ത രാഷ്ട്രീയം ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. മുൻ PSC ചെയർമാൻ ഇപ്പോഴത്തെ PSC ചെയർമാൻ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. വേറൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാം. നിങ്ങൾ അസംഘടിത വിഭാഗമാണ്.
കാൽക്കോടിയോളം എന്ന വാക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാൽക്കോടിയോളം PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അവര് സംഘടിച്ചാൽ അതൊരു വലിയ ശക്തിയാണ്. പക്ഷെ അതിനൊരു സംവിധാനം ഇല്ല. അപ്പോൾ അസംഘടിതരായിട്ട് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് ചിതറിപ്പോകുന്നു, അത് ശരിയായ രീതിയിൽ ക്രോഡീകരിക്കപ്പെടുന്നില്ല. അതിനിടയിൽ രാഷ്ട്രീയം കൂടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചേരിതിരിവും അതിനകത്തുള്ള മറ്റു പ്രശ്നങ്ങളും വേറെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹം ഭയങ്കരമായിട്ടുള്ള നീതികേടാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നം അതൊരു വിദൂര സ്വപ്നമായി, അത് വെറും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നു. അതിനൊരു മാറ്റം കൊണ്ടുവരണം. ആത്മാർത്ഥമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി ഒരു ഉദ്യോഗം എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നത് അത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശമാണ്, അല്ലെ? നമ്മൾ യോഗ്യനാണെങ്കിൽ അത് സാധ്യമാക്കി തരുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ജോലിയാണ്, സർക്കാരിൻ്റെ ജോലിയല്ല, റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ജോലിയാണ്. അപ്പോൾ അതിന് പറ്റുന്ന വിധത്തിൽ, അതിന് തടസ്സമുണ്ടാക്കുന്ന വിധത്തിലുള്ള പരിഷ്കാരങ്ങളിൽ നിന്ന് മാറി എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പരിഷ്കാരത്തിലോട്ട്, നടപടികളിലോട്ട് PSC വരണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം നിങ്ങൾ അഭിപ്രായ പ്രകടനങ്ങളും അല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ ചെയ്യാൻ എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും 10-25 കൊല്ലമായി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. മുൻകാലത്തെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാണ്, ഇതിനകത്ത് അനാവശ്യ ചർച്ചകളിലോട്ട് പോകരുത്, ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അതിനുവേണ്ടി ശക്തിയുക്തം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വാദിക്കുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കൂടുതൽ പേരിലോട്ട് എത്തിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ നാട് അറിയട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.